ഔദ്യോഗിക ജീവിതത്തിൽ വ്യത്യസ്ത സമീപനവുമായി സിവിൽ പോലീസ് ഓഫീസർ എസ് മണി. പോലീസ് എന്ന് കേട്ടാൽ പൊതുജനം ഞെട്ടിവിറയ്ക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ചലച്ചിത്രങ്ങളിൽ കാണുന്നതുപോലെ പിരിച്ചുവച്ച കൊമ്പൻ മീശയും നാവിൽ അശ്ലീല പദപ്രയോഗങ്ങളും കേരള പോലീസിന്റെ മുഖമുദ്രയായിരുന്ന കാലം. അതിനെല്ലാം വിരാമം കുറിച്ചാണ് ജനമൈത്രി പോലീസ് സംവിധാനം നിലവിൽ വന്നത്. പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കുക എന്ന സദുദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതി ഉപകാരപ്രദമാവുകയും ചെയ്തു. ഇന്ന് സമൂഹ നന്മയിൽ അധിഷ്ഠിതമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് ജനമൈത്രി പോലീസ് നേതൃത്വം നൽകുന്നുണ്ട്. സിവിൽ പോലീസ് ഓഫീസർ എസ് മണി അതിലെ ഒരു കണ്ണിയാണ്. വ്യത്യസ്തമായ നിരവധി മേഖലകളിലൂടെ സഞ്ചരിച്ചാണ് മണി പോലീസ് സേനയുടെ ഭാഗമാകുന്നത്. അധ്യാപകൻ, വക്കീൽ, സ്വകാര്യ പരസ്യ കമ്പനിയിലെ മാർക്കറ്റിംഗ് മാനേജർ, ഇങ്ങനെ പോകുന്നു മണി പ്രവർത്തിച്ച തൊഴിൽ മേഖലകൾ. ഇതിനു പുറമെ ജേർണലിസത്തിൽ ബിരുദവും നേടിയിട്ടുണ്ട്. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ മറ്റു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുവാൻ മണി സമയം കണ്ടെത്തിയിരുന്നു. ട്യൂഷൻ മാഷ് എന്ന നിലയിലെ പ്രവർത്തനം കൊണ്ട് സമ്പാദിച്ച പണം കൊണ്ടായിരുന്നു തുടർ പഠനവും. ഇതിനിടയിൽ വിവിധ വിഷയങ്ങളിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുവാനും സാധിച്ചു. ഗൾഫിൽ സ്വകാര്യ പരസ്യ കമ്പനിയിലെ മാർക്കറ്റിംഗ് മാനേജറായി ജോലി ചെയ്യുന്ന സമയത്ത് തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ മണി നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ 3 വർഷത്തെ ഔദ്യോഗിക ജീവിതം വലിയൊരു വഴിത്തിരിവാണ് ജീവിതത്തിൽ സൃഷ്ടിച്ചത്. ഈ കാലയളവിൽ നിരവധി ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുവാനും ഒട്ടേറെ വ്യക്തിബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും സാധിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ എന്ന നിലയിൽ ചേർപ്പിൽ ഊർദുമാത സ്കൂളിന് നൽകിയ സേവനം മറക്കാനാവാത്തതാണെന്ന് വിദ്യാലയ അധികൃതർ പറയുന്നു. അതുപോലെ മണിയുമായി ബന്ധപ്പെട്ട ആരോട് ചോദിച്ചാലും നല്ലത് മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ. മണി സാറ് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ഞങ്ങളുടെ കുട്ടികൾക്കെല്ലാം ഒരു മുതിർന്ന ജ്യേഷ്ഠനെ പോലെയാണ് അദ്ദേഹം. പോലീസുകാരോടുള്ള ഒരു ഭയം മാറി തന്നത് മണി സാറിന്റെ പെരുമാറ്റത്തിൽ കൂടിയാണ്. ഞങ്ങൾക്ക് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള കറക്ഷൻ കൊടുക്കാനും, അതൊരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കറക്ഷൻ കൊടുക്കാനായിട്ട് മണി സാറിന് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കഴിവ് തന്നെയുണ്ട്. എല്ലാവർക്കും സാധിക്കുന്ന ഒരു കഴിവല്ല. ചേർപ്പ് സ്റ്റേഷനിലെ മണി സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് പറയാൻ. ഞങ്ങള് 15-ാം വാർഡിൽ വന്നിട്ട് നിരവധി തവണ ഞങ്ങൾക്ക് സ്ത്രീകൾക്കും മാതാപിതാക്കൾ കുട്ടികൾക്കും വേണ്ടി നിരവധി തവണ ക്ലാസ് എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതിൽ പല മാറ്റങ്ങളും 15-ാം വാർഡിൽ നിന്ന് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെയേറെ സന്തോഷപ്പെടുന്നു ഞങ്ങള്. മണികൃഷ്ണൻ കുവൈറ്റിൽ ഞങ്ങളോടൊപ്പം ഏകദേശം 3.5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വേണ്ട ക്ലാസുകൾ എടുത്തു കൊടുക്കുന്നതിലും വളരെ സജീവമായി തന്നെ പ്രവർത്തനങ്ങൾക്ക് വന്നിട്ടുള്ള ആളാണ് മിസ്റ്റർ മണികൃഷ്ണൻ. നാട്ടിലും വന്നിട്ടും അദ്ദേഹം തന്നെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ 1300-ലധികം ബോധവൽക്കരണ ക്ലാസുകൾക്ക് മണി നേതൃത്വം നൽകിയിട്ടുണ്ട്. ലഹരി വിരുദ്ധം, സ്ത്രീ സുരക്ഷ, കുറ്റകൃത്യം, ട്രാഫിക് ബോധവൽക്കരണം എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ക്ലാസുകൾ നൽകുക. മണിയുടെ സ്നേഹം നിറഞ്ഞ ബോധവൽക്കരണ ക്ലാസുകളിലൂടെ ഇരുണ്ട ജീവിതത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നെത്തിയവർ നിരവധിയാണ്. ജോലിക്കിടയിൽ വിശ്രമത്തിനായി ലഭിക്കുന്ന അല്പസമയമാണ് സാമൂഹിക നന്മയെ ഉണർത്തുവാൻ വിനിയോഗിക്കാൻ സാധിക്കുന്നത്. വീട്ടിൽ ചെന്ന അച്ഛനമ്മമാരോട് പറയുമ്പോ അവര് പറയുന്നത്, സാറേ നിങ്ങൾ കള്ളമാണ് പറയുന്നത്, നിങ്ങളുടെ മക്കളെ ഞങ്ങൾക്കറിയാം എന്നാണ് അവരാദ്യ കാരണങ്ങൾ പറയുന്നത്. എന്താ കാരണം, നിങ്ങൾ എന്തിനങ്ങനെ പറഞ്ഞു? അപ്പൊ ആ അമ്മയുടെയും അച്ഛന്റെയും വിശ്വാസം എന്താ? വളർന്നു വരുന്ന കൊച്ചു മക്കളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം എന്താ? ആ വിശ്വാസത്തില് അവരുടെ മക്കൾ ഒരു തെറ്റിലേക്കും അവർ പോകുന്നില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷേ എന്തിനൊരു പ്രശ്നത്തിൽ വന്ന് കേസോ അല്ലെങ്കിൽ അതുമായി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോഴാണ് പോലീസിനോ അല്ലെങ്കിൽ മറ്റുള്ള അധികാരികൾക്കോ മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇന്ന ആളുകളാണുള്ളത്. ജനമൈത്രി പോലീസിന്റെ പോലീസിംഗ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ സമൂഹത്തിനു വേണ്ടി ഒരു പോലീസായിരിക്കുമ്പോൾ തന്നെ പോലീസിന്റെ കർത്തവ്യം നിർവഹിക്കുക എന്നതിൽ ഉപരി സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലഹരിക്കെതിരെ, ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഉപയോഗത്തിനെതിരെ
യുവാക്കളെയും അതേപോലെ തന്നെ ജനങ്ങളെയും ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഒരു എളിയൊരു പ്രവർത്തനം ഈ ചേർപ്പ് ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ കീഴിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷമുണ്ട് എനിക്ക്. അതിന് വേണ്ടി വേദികൾ ഒരുക്കിയ ഒരുപാട് ജനമുണ്ട്. അതിന് സപ്പോർട്ട് നൽകിയ ഒരുപാട് എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്, സഹപ്രവർത്തകരുണ്ട്. അതേപോലെ തന്നെ ഈ നാടിൻ്റെ ഒരുപാട് സ്പന്ദനങ്ങളായിട്ടുള്ള കുടുംബശ്രീ, അതേപോലെ തന്നെ സ്കൂളുകൾ, കോളേജുകൾ ഈ പ്രവർത്തനത്തിന് നല്ല നിർലോഭമായ സഹകരണവും മറ്റ് കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരുന്ന തലമുറയ്ക്ക് നമ്മളെപ്പോലെ എന്തെങ്കിലും ഓരോ വ്യക്തികളും ഇതേപോലെ സംഭാവനകൾ നൽകിയ തീർച്ചയായിട്ടും വലിയൊരു മാറ്റത്തിന് അതൊരു വഴിവെക്കുമെന്നുള്ളൊരു വിശ്വാസവും എനിക്കുണ്ട്. ഇതിനെല്ലാം പുറമെ നല്ലൊരു കർഷകൻ കൂടിയാണ് മണി. രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ വീട്ടുപറമ്പിലെ കൊച്ചു കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. കിളച്ചും നനച്ചും കൃഷിവിളകളെ പരിപാലിച്ചും സമയം ചിലവഴിക്കും. മട്ടുപാവിൽ പൂത്തു തളിർത്തു നിൽക്കുന്ന മുന്തിരിവള്ളികൾക്കും മണി എന്ന കർഷകന്റെ സ്നേഹ പരിലാളനത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഭാര്യ മഞ്ജു വീട്ടമ്മ എന്ന നിലയിൽ ഭർത്താവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുന്നു. മക്കളായ അതുൽ കൃഷ്ണ, അനന്തകൃഷ്ണ എന്നിവരും അച്ഛന്റെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണ പിന്തുണയുമായുണ്ട്.